Hello students, welcome to the class of machine learning. So നമ്മൾ നേരത്തെ തന്നെ പർട്ടിക്കുലർ സൊല്യൂഷൻ ജനറൽ സൊല്യൂഷനൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതുകൂടാതെ എങ്ങനെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു ഇൻവേഴ്സ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും നോക്കി. ഇന്ന് നമുക്ക് വെക്ടർ സ്പേസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ വെക്ടർ സ്പേസ്. അപ്പോൾ അതിൽ വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു വി എന്ന നൊട്ടേഷൻ. നമ്മൾ സാധാരണ ഈ ഓൾജിബ്രായിക് സ്ട്രക്ചേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ ഗ്രാഫ് വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ് എന്ന് നമ്മൾ എടുക്കാറില്ലേ, അതുപോലെ തന്നെ ഇവിടെ ബി വിത്ത് 2 ബൈനറി ഓപ്പറേഷൻസ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതിനെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ വേർഡ് യു ക്യാൻ റൈറ്റ് എസ് അഡീഷൻ ആൻഡ് ഓൾസോ ഈ ഡോട്ട് സിമ്പലിനെ മൾട്ടിപ്ലിക്കേഷൻ എന്നും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ബട്ട് ഇവിടെ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പ്ലസ് ആൻഡ് ഡോട്ട് എന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്ലസ് എന്ന് പറയുന്നതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വി ക്രോസ് വി, ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് വി ക്രോസ് വി ആൻഡ് ടു അനദർ സെറ്റ് വി, അതായത് ഇറ്റ് സെൽഫ് വിയിലോട്ട് വരത്തൊക്കെ ഉള്ള എലമെൻസും അതുപോലെ ഡോട്ട് എന്നുള്ള റിലേഷന് ഫ്രം ആർ ക്രോസ് ദ വി സെറ്റ്, അതായത് നമ്മൾ എടുക്കുന്ന എലമെൻസും ആറിൽ റിയൽ നമ്പേഴ്സ് ആണ്. ആർ ഡിനോട്ട്സ് ദ റിയൽ നമ്പേഴ്സ് ക്രോസ് വി ടു വി എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ മെൻഷൻ ചെയ്തില്ലേലും കുഴപ്പമില്ല. നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് നമുക്കറിയാം ബൈനറി ഓപ്പറേഷൻ എടുത്ത് വേണം ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഓൾജിബ്രായിക് സ്ട്രക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പ്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ അതേപോലെ തന്നെ ഒരു വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെയും കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വി കൊമോ പ്ലസ് ഇസ് എൻ അബിലിയൻ ഗ്രൂപ്പ്. അപ്പോൾ അബിലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വി കൊമോ പ്ലസ് ഇസ് എൻ അബിലിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ഈ ക്ലോഷർ പ്രോപ്പർട്ടി എങ്ങനെയാണ്, ഫോർ എനി യു വി ബിലോങ്സ് ടു വി യു പ്ലസ് വി ഓൾസോ ബിലോങ്സ് ടു വി എന്ന് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. അതാണ് ഏത് രണ്ട് എലമെൻറ്റ് ആ വെർട്ടെക്സ് സെറ്റിനകത്ത് എടുത്താലും യു പ്ലസ് വി ഓൾസോ ബിലോങ്സ് ടു അതിൻ്റെ അഡീഷനും അതിനകത്ത്. കാരണം വിത്ത് റെസ്പെക്ട് ടു ബൈനറി ഓപ്പറേഷൻ നമ്മളിവിടെ എടുക്കുന്നത് ആദ്യം അഡീഷനാണ് എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, യു അതായത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു, അതായത് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് വി ഡബ്ല്യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്, ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഇസ് 0 ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ 0, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ആണ്. ഇവിടെ നമ്മൾ അഡീഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണ്, 0 ആണ്. ഏതൊരു എലമെൻറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റ്, അതായത് ആഡ് ചെയ്യുന്ന എലമെൻറ്റ് തന്നെ വരുന്നുണ്ട്. അതായത് യു പ്ലസ് 0 എന്ന് കൊടുക്കുമ്പോൾ ആ എലമെൻറ്റ്, അതായത് 0 പ്ലസ് യു ഇസ് ഈക്വൽ ടു യു പ്ലസ് 0 ഇസ് ഈക്വൽ ടു യു ആണ് കിട്ടുന്നതെങ്കിൽ വി സേ ദാറ്റ് ദ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഇസ് ട്രൂ. ഇനി അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, മൈനസ് യു എന്നാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും, സപ്പോസ് ലെറ്റ് some another element w is അല്ലെങ്കിൽ v is equal to minus u എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഏതാണ്, u പ്ലസ് മൈനസ് വി, അല്ലെങ്കിൽ എന്താണ് യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 0 വരുന്നെങ്കിൽ ദാറ്റ് മീൻസ് വി സേ ദാറ്റ് യു പ്ലസ് that value is minus u equal to minus u plus u equal to 0 വരുന്നെങ്കിൽ we can say that u ൻ്റെ ഇൻവേഴ്സ് മൈനസ് യു ആണ്. അതായത് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആണ് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് പ്രോപ്പർട്ടി കോമറ്റേറ്റീവ് ആണ്. കോമറ്റേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, യു പ്ലസ് വി ഇസ് ഈക്വൽ ടു വി പ്ലസ് യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുമെങ്കിൽ നമുക്ക് അബിലിയൻ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അബിലിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ 5 കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ക്ലോഷർ, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് ആൻഡ് കോമറ്റേറ്റീവ്. ഈ പ്രോപ്പർട്ടീസ് ഇത്രയും നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ആൻ അബിലിയൻ ഗ്രൂപ്പ്. ഇനി ഇതിൽ തന്നെ അപ്പോൾ ഇതിൽ തന്നെ 5 കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ടോട്ടലി 5 കാൽക്കുലേഷൻസ്. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇതിൽ നമ്മൾ എന്താണ്, ലാംഡ എന്നൊരു എലമെൻറ്റ് ഇവിടെ എടുക്കുവാണ്. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി
പറയുമ്പോൾ രണ്ട് എലമെൻറ്റ് വെക്റ്റർ സ്പേസിൽ, അതായത് ബി എന്ന വെക്റ്റർ സ്പേസിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു വൈ എന്ന് എഴുതാം. അതേപോലെ തന്നെ രണ്ട് സ്കെയിലാർസ്, ഇതിൽ ലാംഡ എന്ന് പറയുന്നത് സ്കെയിലാറാണ്, ഇതിൽ ലാംഡയും ഇനിയൊരു സ്കെയിൽ വേണമെങ്കിൽ ലാംഡയ്ക്ക് പകരം നമുക്ക് എന്താ എ ബി എന്ന് എടുക്കാം. ഇവിടെ എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു വൈ. അതുപോലെ ഇവിടെ എ ബി എന്ന് എടുക്കാം. എ ബി ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ്. ഇങ്ങനെയും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എ ബി രണ്ട് എലമെൻറ്റ് നമ്മളിവിടെ എടുക്കുവാണ്. എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എ ഇൻറ്റു ബി എക്സ് ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എക്സ് എന്ന് നമുക്ക് പറയാം. ലാസ്റ്റ് പ്രോപ്പർട്ടി, അതായത് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. ഇതുവരെയുള്ള 5 പ്രോപ്പർട്ടീസും അഡീഷനാണ്. ഇനി നമ്മൾ പറയുന്നതെല്ലാം വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷനാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് കൺസിഡർ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് 1. അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 ഓർ എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ ദെൻ വി സേ ദാറ്റ് എന്താണ് ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്കെയിലർ. ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ, ലാസ്റ്റ് പ്രോപ്പർട്ടി ഇതും കൂടി സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, അതായത് ഈ പറയുന്ന എല്ലാ ഡെഫിനിഷൻസും, നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ എല്ലാ ഡെഫിനിഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ സ്പേസ്, അതായത് ഈ തന്നിരിക്കുന്ന സ്പേസ് മുഴുവനും നമുക്ക് എന്താണ്? വെക്റ്റർ സ്പേസ് ആയിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ ദ ഗിവൺ സെറ്റ് ഈസ് എ വെക്റ്റർ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ എടുക്കുന്ന നൊട്ടേഷൻ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിനെയാണ് പ്ലസ് ആൻഡ് ഡോട്ട് എന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വി ഈക്വൽ ടു R2 എന്നെടുക്കാം. R2 എന്ന് പറഞ്ഞാൽ അതായത് ആർ ക്രോസ് ആർ എന്നുള്ള രീതിയിലാണ്. x1, x2 set of all x1, ordered pair x1, x2 such that x1, x2 belongs to set of all real numbers is a vector space over R under addition and multiplication. അപ്പോൾ addition and multiplication ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ, രണ്ട് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ, രണ്ട് ഓർഡേർഡ് പെയർസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ x1, x2 പ്ലസ് y1, y2, അതായത് രണ്ട് ഓർഡേർഡ് പെയർസിനെ ആഡ് ചെയ്താൽ നമ്മൾ ഇങ്ങനെ എടുക്കണം. x1 പ്ലസ് y1, x2 പ്ലസ് y2. ഈ x1 പ്ലസ് y1 എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും വേറൊരു റിയൽ നമ്പർ ആയിരിക്കും. പിന്നെ സ്കേലാർ ആൽഫ ഇൻറ്റു x1, x2 ഈക്വൽ ടു ആൽഫ ഇൻറ്റു x1, ആൽഫ ഇൻറ്റു x2. ഇതിൽ ആൽഫ എന്നുള്ളത് ഏതെങ്കിലും ഒരു സ്കേലാറാണ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഫസ്റ്റ് ഇതൊരു വെക്റ്റർ സ്പേസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ വെക്റ്റർ സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ അതിൽ കുറേ കണ്ടീഷൻസ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ ഇസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് v, plus is an abelian group. So abelian group in that first property is the closure property. ആ closure property എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് ആയിട്ട് വെക്കാം. നമ്പർ 1 ഫസ്റ്റ്, അതായത് ഇതിലെ സബ് ഹെഡിങ് ആണ് ക്ലോഷർ എന്നുള്ളതാണ് ഫസ്റ്റ് ഹെഡിങ്. അപ്പോൾ ക്ലോഷറിൽ നമ്മൾ രണ്ട് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് യു ഈക്വൽ ടു x1, x2 ആൻഡ് v ഈക്വൽ ടു y1, y2. ദെൻ u പ്ലസ് v, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് u v ബിലോങ്സ് ടു v ഇംപ്ലൈസ് u പ്ലസ് v ഓൾസോ ഷുഡ് ബിലോങ്സ് ടു v. അപ്പോൾ u പ്ലസ് v ഈക്വൽ ടു ഓർഡേർഡ് പെയർ x1, x2 പ്ലസ് y1, y2 ഈക്വൽ ടു x1 പ്ലസ് y1, x2 പ്ലസ് y2. അങ്ങനെ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം x1ഉം x2ഉം ബിലോങ്സ് ടു R എന്നാണ് നമ്മൾ എടുക്കുന്നത്. Similarly, y1, y2 also belongs to R. എങ്കിൽ x1 plus y1 also belongs to R and x2 plus y2 also belongs to R. Therefore, from this we can say that u plus v also belongs to v. We can say that. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയ ക്ലോഷർ പ്രോപ്പർട്ടി is true. ഇവിടെ നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി എന്താണ്?
is true. അതാണ് നമ്മളിവിടെ പറയുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി. Now we have to see the second property. What is the second property here? The second one is, first one closure, the second one is associative. Associative property means we have to consider three elements. Let u equal to x1 comma x2 and v equal to y1 comma y2 and w equal to some z1 comma z2. ഇതിൽ x1 x2 belongs to R, y1 y2 belongs to R and z1 z2 belongs to R. This u v all belongs to എന്താണ് v എന്നാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ പറയുന്നത് u v w all belongs to v എന്നാണ് എടുക്കുന്നത്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് to prove that u plus v plus w equal to u plus v പ്ലസ് ഡബ്ല്യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു വാല്യൂ ഇസ് x1 x2 പ്ലസ് വി വാല്യൂ ഇസ് y1 ഓർഡേർഡ് പെയർ y1 y2 പ്ലസ് z1 z2. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 പ്ലസ് this term can be rewritten as y1 plus z1 comma y2 plus z2. That is equal to ഇതെങ്ങനെ എഴുതാം ഇനിയും this is equal to എങ്ങനെ എഴുതാം combining these two terms. ഇനി ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ x1 plus y1 plus z1 you'll be getting y1 plus z1 comma x2 plus y2 പ്ലസ് z2 എന്നായിരിക്കും നമുക്ക് വരുന്നത് ഓർഡേർഡ് പെയർ. ഇനി നമുക്ക് ബ്രാക്കറ്റ് തിരിച്ചിടാം. അത് തിരിച്ചിടുമ്പോൾ x2 പ്ലസ് വിൽ ഗെറ്റ് x1 പ്ലസ് y1 ബ്രാക്കറ്റ് പ്ലസ് z1 ബ്രാക്കറ്റ് നമ്മൾ തിരിച്ചിടുന്നു കോമ x2 പ്ലസ് y2 പ്ലസ് z2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഇനി നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? x1 പ്ലസ് y1 കോമ x2 പ്ലസ് y2 കോമ പ്ലസ് z1 കോമ z2 ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. വീണ്ടും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? x1 കോമ x2 പ്ലസ് y1 കോമ y2 പ്ലസ് ക്ലോസ് ദ ബ്രാക്കറ്റ് z1 പ്ലസ് കോമ z2. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് u പ്ലസ് വി പ്ലസ് ഡബ്ല്യു ആ ഒരു ഫോർമാറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കണ്ടീഷൻ എന്താണ്? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇസ് ട്രൂ. അതാണ് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ. സോ ഇനി നമുക്ക് തേർഡ് കണ്ടീഷൻ നോക്കാം. സോ ദ തേർഡ് കണ്ടീഷൻ ഇസ് ഐഡൻറ്റിറ്റി. ഇതിൽ നമുക്ക് തേർഡ് കണ്ടീഷൻ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഏതാണ്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തേർഡ് വൺ നമുക്ക് ഹെഡിങ് ഇടാം ഐഡൻറ്റിറ്റി. സോ ദെയർഫോർ ലെറ്റ് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയുടെ ഫോർമാറ്റ് നമ്മൾ എങ്ങനെ എടുക്കും? ഇവിടെ നമ്മൾ എടുക്കുന്ന എലമെൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് x1 x2 എന്ന ഫോർമാറ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ u ഈക്വൽ ടു എന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ലെറ്റ് 0 ഈക്വൽ ടു ഓർഡേർഡ് പെയർ 0, 0 വിച്ച് ബിലോങ്സ് ടു ദ വെക്റ്റർ സ്പേസ് v എന്ന് നമുക്ക് എടുക്കാം. സോ ഹിയർ u ബിലോങ്സ് ടു v ആണ് എടുക്കുന്നത്. ദെൻ 0 പ്ലസ് u ഈക്വൽ ടു 0, 0 plus x1, x2 that is equal to 0 plus x1, 0 plus x2 which is equal to x1, x2. അപ്പോൾ നമുക്ക് വരുന്നത് which is equal to u. 0 plus u equal to u ആണ്. ഇനി u plus 0 equal to that means x1, x2 plus 0, 0. That is equal to what is the answer? That is equal to നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് x1 plus 0,
x2 plus 0, that is equal to x1 comma x2, which is equal to u. So we are getting here 0 plus u equal to u plus 0 equal to u, which means that 0 is the identity element. That means 0 equal to 0 comma 0 is the identity element. This is the identity condition. Now next one, now fourth one is inverse. What is inverse here? Inverse property നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് let u equal to x1 comma x2 which belongs to v. let minus u equal to എന്താണ് minus x1 comma minus x2. ഏത് രണ്ട് എലമെൻറ്റ് ആഡ് ചെയ്താൽ നമുക്ക് 0 comma 0 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സിൻ്റെ കൂടെ മൈനസ് x1 ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 0 കിട്ടത്തുള്ളൂ. സോ therefore we are considering minus u equal to minus x1 comma minus x2. therefore ഇൻവേഴ്സിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് u plus minus u equal to x1 comma x2 plus minus u is minus x1 comma minus x2, that is equal to x1 minus x1 comma x2 minus x2 equal to 0 comma 0. that means it is equal to എന്താണ് 0. അതാണ് ഇവിടെ വരുന്നത്. Similarly we can say that minus u plus u is also equal to 0 comma 0 which is equal to 0. അങ്ങനെ നമുക്ക് ഇൻവേഴ്സ് പ്രോപ്പർട്ടിയും ഇവിടെ ട്രൂ ആണ്. therefore minus u is the inverse, it is the inverse of u. ഇനി fifth one, last one, നമ്മൾ എന്താ ചെയ്യേണ്ടത്? last one is the commutative property. what is commutative property? commutative ആകുമ്പോൾ രണ്ട് എലമെൻറ്റ്സ് let u equal to x1 comma x2 and v equal to y1 comma y2 which belongs to v എന്ന് എടുക്കുക. then u plus v is equal to x1 comma x2 plus y1 comma y2 which is equal to x1 plus y1 comma x2 plus y2. that is equal to, you can rewrite this as y1 plus x1 comma y2 plus x2. that is equal to, again you split the terms, അപ്പോൾ y1 comma y2 plus x1 comma x2, that is equal to, this is v plus u. therefore നമുക്ക് കിട്ടുന്നത് u plus v equal to v plus u എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. therefore we can say that the commutative property is true. ഇവിടെ നമുക്ക് എന്ത് പറയാം? commutative property is true. ഇനി നമുക്ക് ഇനിയുണ്ട്, ഇതോടുകൂടി തീരുന്നില്ല, നമുക്കിവിടെ 5 എണ്ണമേ ആയിട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് കണ്ടീഷൻ ഏതാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ലെറ്റ് us കൺസിഡർ ലാംഡ ഓർ സൈ അല്ലെങ്കിൽ എ ബി എന്ന് ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? നമ്മളെ ഡെഫിനിഷൻ നോക്കിക്കേ. see here, distributive property lambda into x plus y equal to lambda into x plus lambda into y. പിന്നെ നമുക്ക് എ ബി അല്ലെങ്കിൽ ലാംഡ പ്ലസ് ഐ എന്ന് എടുക്കുവാണെങ്കിൽ ലാംഡ പ്ലസ് ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ്, പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇത് മൂന്ന് കണ്ടീഷനും ലാസ്റ്റ് നമുക്ക് സ്കേലാറിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. The distributive property is, first let u equal to x1 comma x2 and v equal to y1 comma y2 which belongs to v, and let എന്താണ് ആൽഫ എന്നോ ലാംഡ എന്നോ, ലാംഡ ഇസ് എ സ്കെയിലർ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, എ എന്ന് എടുത്താലോ, കുറച്ചുകൂടെ സിമ്പിളായിട്ട് എടുക്കാം. എ ഇസ് എ
സ്കേലാർ എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എ ഇൻറ്റു നമുക്ക് എന്താണ് എ ഇൻറ്റു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? എ ഇൻറ്റു യു പ്ലസ് എ ഇൻറ്റു വി എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് എ ഇൻറ്റു യു പ്ലസ് വി എന്ന് എടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു യു അലവസ് x1, x2 പ്ലസ് y1, y2 ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇതിനെ എങ്ങനെ എഴുതാം? x1 പ്ലസ് y1 x2 പ്ലസ് y2 അങ്ങനെ നമുക്ക് എഴുതാമല്ലോ. x2 പ്ലസ് y2 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇൻറ്റു x1 പ്ലസ് y1 എ ഇൻറ്റു x2 പ്ലസ് y2 ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു യു ക്യാൻ സ്പ്ലിറ്റ് ദിസ് ആസ് എങ്ങനെ എഴുതാം? എ ഇൻറ്റു x1 പ്ലസ് എ ഇൻറ്റു x2 എ ഇൻറ്റു y1 x2 അല്ല y1 a into x2 plus a into y2. So now you can write it as, how can you split this? ഇതിനെ ഇനി രണ്ടായിട്ട് നമുക്ക് അടുത്ത സ്പ്ലിറ്റ് ചെയ്യാം. a into x1 നമുക്ക് a into x1 a into x2 ഇതിലെ ഫസ്റ്റ് ടേമും സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? രണ്ട് ടേംസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നോ അതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാം. x1, x2 അടുത്തത് a into y1 a into x1, x2 ഇവിടെ പ്ലസ് എന്താണ് a into y1 a into y2 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. സോ നൗ ഫ്രം ദിസ് നമുക്കിവിടെ വരുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു a into x1, x2 പ്ലസ് a into y1, y2 that is equal to a into x1, x2 is u plus a into this answer is v. So നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? a into u plus v is equal to a into u plus a into v എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. which means that ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ട്രൂ ആയി. ഇനി നമുക്ക് രണ്ടാമത്തത് അടുത്ത കണ്ടീഷൻ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയ കണ്ടീഷൻ നമ്മൾ നമ്പർ ചെയ്തത് 2 എന്നാണ്. ഇനി നമുക്ക് 3 ഇടാം. 3 ഇടുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കാം? ലെറ്റ് u v belongs to v. അതായത് u ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു x1, x2. u ഈക്വൽ ടു x1 ordered pair x1, x2 and also which belongs to v and a, b is a scalar. രണ്ട് സ്കേലാർ എടുക്കാം. a, b is a scalar. So therefore നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത് to prove that a plus b into u equal to a into u plus b into u എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് എ ലെഫ്റ്റ് സൈഡിൽ a plus b into ordered pair u that is equal to a plus b into x1, x2 that is equal to, how will you write this? That is equal to a plus b. ഇത് സ്കേലാർ ആണല്ലോ, ഇത് ഫുള്ള് സ്കേലാർ ആണ്. അപ്പം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a plus b into x1, a plus b into x2 അങ്ങനെ നമ്മൾ ഒരു വലിയ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നു. ഇനി നമ്മൾ ഇതിനെങ്ങനെ എഴുതുന്നു? a into x1 plus b into x1, a into x2, plus b into x2. therefore ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഇസ് ഈക്വൽ ടു a into x1, a into x2, a into x1, a into x2 പ്ലസ് ഇതാണ് പ്ലസ് കോമൺ ആണ്. സോ പ്ലസ് b into x1, b into x2 that is equal to a കോമൺ ആയിട്ട് എടുക്കുക x1, x2 plus b into x1, x2 that is equal to a into this is u plus b into v. അപ്പോൾ നമുക്ക് a plus b into u equal to a into u plus b into v എന്ന കണ്ടീഷൻ വരുന്നുണ്ട്. അങ്ങനെ ഈ കണ്ടീഷനും ട്രൂ ആയി. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്
we have to prove that let u belongs to x, that is u equal to x1 comma x2 belongs to v, and നമ്മൾ ഇനിയും രണ്ട് സ്കേലാർസ് എടുക്കുന്നുണ്ട്. അതായത് എ ബി ബിലോങ്സ് ടു ബി എ സ്കേലാർ, അല്ലെങ്കിൽ ദേ ആർ സ്കേലാർസ് എന്ന് നമുക്ക് എടുക്കാം. ദേ ആർ സ്കേലാർസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ദാറ്റ് എ ബി ഇൻറ്റു യു ഈക്വൽ ടു എ ഇൻറ്റു ബി യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ എ ബി ഇൻറ്റു യു, എ ബി ഇൻറ്റു യു ഇസ് x1 comma x2 which is equal to a, that is ab into x1 comma x2, that is equal to ab into x1 comma ab x2 എന്നെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ ബി നമ്മൾ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എ ബി x1 comma x2. അപ്പോൾ നമുക്കിനി എങ്ങനെ എഴുതാം? എ ഇൻറ്റു ഇതിനെ തന്നെ എ ഇൻറ്റു ബി x1 കോമ എ ഇൻറ്റു ബി x2 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് എ എന്ന് പറയുന്നത് കോമൺ ആണ്. സോ വി ക്യാൻ ടേക്ക് ഔട്ട്സൈഡ്. സോ എ ഇൻറ്റു ബി x1 കോമ ബി ഇൻറ്റു x2 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോൾ നോക്കിക്കേ, ബി കോമൺ ആണ്. ബി പുറത്തെടുത്താൽ എ ബി, അതായത് എ ഇൻറ്റു നമുക്ക് എങ്ങനെയാണ് വരുന്നത്? എ ഇൻറ്റു നമുക്ക് ഇതിൽ നിന്ന് ബി പുറത്തെടുക്കുമ്പോൾ ബാക്കി വരുന്നത് x1 കോമ x2, ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു x1 കോമ x2 എന്താണ്? ഇറ്റ് ഇസ് യു. സോ എ ഇൻറ്റു ബി യു ആണ് വരുന്നത്. നമ്മളിവിടെ എടുത്തത് ഫസ്റ്റ് വി ഹാവ് അസ്യൂംഡ് ദാറ്റ് എ ബി ഇൻറ്റു യു is equal to a into bu. അപ്പം നമ്മൾ എടുത്തത് എ ബി ഇൻറ്റു യു is equal to a into ബി യു എന്നാണ് നമ്മൾ എടുത്തത്. അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടിയും ട്രൂ ആയി. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ അതായത് അതിന് നമുക്ക് ഫിഫ്ത്ത് പ്രോപ്പർട്ടി ലെറ്റ് യു ഈക്വൽ ടു x1 comma x2 which belongs to R എന്ന് എടുക്കാം. Therefore 1 is a scalar. 1 is a scalar എന്നുള്ളത് നമുക്കറിയാമല്ലോ. 1 is a scalar. Therefore 1 into u equal to 1 into x1 comma x2, that is equal to ഇതെങ്ങനെ എഴുതും? 1 into x1 കോമ 1 ഇൻറ്റു x2. 1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. സോ x1 കോമ x2 ദാറ്റ് ഈസ് ഈക്വൽ ടു യു. അപ്പോൾ നമുക്ക് കിട്ടി 1 ഇൻറ്റു യു ഇസ് ഈക്വൽ ടു യു എന്ന പ്രോപ്പർട്ടി ഇവിടെ ട്രൂ ആണ്. സോ ഫ്രം ദിസ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ വി ഈക്വൽ ടു നമ്മൾ ആർ റേസ് ടു 2 എന്നാണ് എടുത്തത്. Therefore v equal to r raised to 2 is a vector space. ഇതൊരു വെക്റ്റർ സ്പേസ് ആവണം എന്നാണല്ലോ നമ്മളടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നു. സി ഹിയർ, നമ്മളിവിടെ ഫസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ നോക്കി. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ എടുത്തപ്പോൾ തന്നെ വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എടുത്തു. എന്നിട്ട് അതിന് ശേഷം അതൊരു അബെലിയൻ ഗ്രൂപ്പ് ആണെന്ന് പറയാൻ ക്ലോഷർ, അസോസിയേറ്റീവ്, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ് ആൻഡ് കോമ്യൂട്ടേറ്റീവ് ഇത്രയും പ്രോപ്പർട്ടീസ് ട്രൂ ആണെന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ട്രൂ ആവണം. അതിനുശേഷം നമ്മളിവിടെ ഇതിനകത്ത് ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂട്ടീവിൽ 2 സ്കെയിലാർ എടുത്തും 1 സ്കെയിലാർ എടുത്തും കാൽക്കുലേഷൻ. അതിനുശേഷം ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി. അപ്പോൾ അതിൽ ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആണ്. എന്നിട്ട് അസോസിയേറ്റീവിന് യു വി ഡബ്ല്യു എന്ന 3 എലമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷം ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ 0,0 ഇസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പ്രൂവ് ചെയ്തു. ദെൻ ലാസ്റ്റ് ഇൻവേഴ്സ് ഇസ് മൈനസ് യു, അതായത് മൈനസ് യു എന്ന് പറയുമ്പോൾ മൈനസ് x1 മൈനസ് x2 ഇസ് ദ ഇൻവേഴ്സ് ഓഫ് യു എന്ന് നമ്മൾ എടുത്തു. അതായത് മൈനസ് യു ഈക്വൽ ടു മൈനസ് x1 മൈനസ് x2 is the inverse of ഏതാണ്? is the inverse of u, that is u equal to x1 x2.
പിന്നെ കോമറ്റേറ്റീവ് പ്രോപ്പർട്ടി യു വി എടുത്തു, യു പ്ലസ് വി ഈക്വൽ ടു വി പ്ലസ് ഡബ്ല്യു എന്ന് പ്രൂവ് ചെയ്തു. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു എ ഇൻറ്റു യു പ്ലസ് എ ഇൻറ്റു വി എന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൽ എന്താണ് അതിനുശേഷം എ പ്ലസ് ബി, രണ്ടാമത്തത് എ പ്ലസ് ബി ഇൻറ്റു യു ഈക്വൽ ടു എ ഇൻറ്റു യു പ്ലസ് ബി ഇൻറ്റു യു എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു. അതിനുശേഷം അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്തത് എ ബി ഇൻറ്റു യു ഈക്വൽ ടു എ ഇൻറ്റു ബി യു എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു. അറ്റ് ലാസ്റ്റ് പ്രോപ്പർട്ടി 1 ഇൻറ്റു യു ഈക്വൽ ടു യു എന്നും പ്രൂവ് ചെയ്ത് കാണിച്ചു. ഹെൻസ് വി സേ ദാറ്റ് വി ഈക്വൽ ടു ആർ റേസ്ഡ് ടു ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ ദ ആർ എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുക. അങ്ങനെ നമ്മൾ ഒരു ഡെഫിനിഷനും ഒരു വലിയ പ്രോബ്ലമായി നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.